എങ്ങനെയാണ് പ്രാണായാമം സാധിക്കുന്നത്? ഭഗവാന്റെ രൂപത്തിനെ ചിന്തിച്ചുകൊണ്ട് ഈ ശ്ലോകത്തിൽ കൂടെ എന്ന് പറയുന്നപാട് ഈ ശ്ലോകത്തിൽ കാണിച്ചു തരുന്നു. കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമൽ ബാഹുചതുഷ്ക പങ്കജഗദാ ശങ്കാരി പങ്കേരുഹാം കാഞ്ചിൽ കാഞ്ചന കാഞ്ചിലാഞ്ചിതലസൽ പീതാംബരാലംബിനീം ആലംബയ വിമലാംബുജദ്യുതിപദം മൂർത്തിം തവാർത്തിക്ഷിതം. ഭഗവാന്റെ കൈകളെ കുറിച്ചിട്ടാണ് വർണ്ണിക്കുന്നത്. കേയൂരം തോൾവളകൾ, അംഗദം, പിന്നെ തോൾവളകൾ, അതിൻ്റെ തൊട്ട് താഴെയുള്ള വളകൾ, പിന്നെ കങ്കണം, പിന്നെ കയ്യിലുള്ള ആ വളകൾ, കടകവളകളെ പോലുള്ള വളകൾ, പിന്നെ മഹാരത്നാങ്കുലീയാങ്കിത മഹാവിശേഷപ്പെട്ട രത്നങ്ങൾ പതിച്ചിട്ടുള്ള മോതിരങ്ങൾ, ഓരോ വിരലിലും ഭഗവാൻ ദിവ്യമായിട്ടുള്ള മോതിരങ്ങൾ, പിന്നെ ശ്രീമൽ ബാഹു ചതുഷ്ക സംഗതഗത അങ്ങനെയുള്ള കൈകളിൽ 4 കൈകളിലായിട്ട് ശംഖ, ചക്ര, ഗദ, പത്മങ്ങൾ ഭഗവാൻ ധരിച്ചിട്ടുണ്ട്. പിന്നെ ദിവ്യമായിട്ടുള്ള ഭഗവാന്റെ ഈ രൂപത്തിൽ ഭഗവാൻ പീതാംബരപ്പട്ട് ധരിച്ചിരിക്കുന്നു. പീതാംബരപ്പട്ടിനെ കാഞ്ചി കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു. തുടകൾ ഇവിടെ ഭഗവാന്റെ തുടകളെ ധ്യാനിക്കുന്നു. പിന്നെ ഭഗവാന്റെ ആലംബേ വിമല അംബുജദ്യുതി പദാമൂർത്തിയും തവാർത്തിച്ഛേദം. ദിവ്യമായിട്ടുള്ള ഭഗവാന്റെ തൃപ്പാദങ്ങൾ, ഈ തൃപ്പാദങ്ങൾ എല്ലാ വിധത്തിലുള്ള ദുഃഖങ്ങളെയും ശമിപ്പിക്കുന്നതാണ് എന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നു. ഹരേ കൃഷ്ണ.